Let's start learning English. ഹലോ മക്കളെ, എല്ലാവർക്കും ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് 1 ക്ലാസ്സസിലേക്ക് സ്വാഗതം. ലെവൽ 1 ക്ലാസ്സസിൽ എന്റെ സ്റ്റുഡൻസ് ആയിട്ടിരുന്നവർക്ക് എന്നെ പരിചയം ഉണ്ടാവും. പക്ഷേ പുതിയതായി ചേർന്നവർക്ക് എന്നെ പരിചയം ഉണ്ടാവില്ല. ഞാൻ ആബിദ. ഞാനാണ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് 1 ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ദിവസങ്ങളിൽ എന്റെ മുഖം നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ബോറടിക്കാനൊന്നും നിൽക്കണ്ട. അത്യാവശ്യം ബോറടിക്കുന്നതാണെങ്കിൽ കൂടി സഹിക്കുക. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന്റെ സ്റ്റെപ്സും റൂൾസും കാര്യങ്ങളും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു പിക്ചർ, ഒരു ഇമേജ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അതിനുശേഷം നമുക്ക് റൂൾസിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോ എനിക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ പറയാനുള്ളത്, ഈ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുൻപ് 2-3 മിനിറ്റ്സ് ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. എന്തിനാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് എന്നുള്ളത് പലയിടങ്ങളിലും ഞാൻ കേട്ട ഒരു ചോദ്യമാണ്. പലയിടങ്ങളിൽ നിന്നും ഞാൻ കേട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് ആദ്യം അതൊന്ന് മുറിച്ച് പറഞ്ഞുതരാം. ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് എന്നുള്ള ആ വാക്ക് മാറ്റിവെച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ശരിക്കും ഇംഗ്ലീഷ് അല്ല, ഏത് ഭാഷ സംസാരിക്കുമ്പോഴും നിങ്ങൾ എന്താ ചെയ്യുന്നുള്ളത്? നിങ്ങളൊരു കാര്യം വിശദീകരിക്കുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. നിങ്ങളിപ്പോ ഒരു സിനിമക്ക് പോയി വന്നു, നിങ്ങൾ കഥ നറേറ്റ് ചെയ്യുന്നു. ആ നറേറ്റ് ചെയ്യുന്നത് എന്താണ്? ആ കാര്യത്തെ നമ്മളിങ്ങനെ പറയുകയാണ്, ഒന്നിനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ പറയുന്ന സമയത്ത് അതിന്റെ എല്ലാ എലമെന്റ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാണ്, അല്ലെങ്കിൽ നമ്മളൊരു എസ്സേ എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഴുതുകയാണ്, ഏത് തരത്തിലും നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ് ശരിക്കും ഡിസ്ക്രൈബിംഗ് സ്കിൽ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളത് പിക്ചർ ഡിസ്ക്രിപ്ഷനിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ പറയും, ഈ ബേസിക് ആയിട്ടുള്ളത് നിന്നും കുറച്ച് കൂടുതൽ. നോ, നമുക്ക് അടിസ്ഥാനമില്ലാതെ ഒന്നും നടക്കില്ല. ഒരു ബിൽഡിംഗ് കെട്ടണമെങ്കിൽ അതിന് ഫൗണ്ടേഷൻ വേണം. ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ആ ബിൽഡ് നടക്കുള്ളൂ, അല്ലെങ്കിൽ അത് ഇഫക്റ്റീവ് യൂസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഡിസ്ക്രൈബിംഗ് പിക്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ആർക്കും അന്യമല്ല. ഇപ്പോ LP സ്കൂളിലായാലും UP സ്കൂളിലായാലും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് ലെവൽ, അതല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലായാലും ഓക്കെ, ഇതിനൊക്കെയും ഡിസ്ക്രൈബിംഗ് എ പിക്ചർ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കാന്ന് മാത്രമല്ല, ഇതിന്റെ ഇടയിൽ ചെറിയ ചെറിയ കുട്ടി റൂൾസ്, കുട്ടി പ്രൊനൗൺസിയേഷൻ കറക്ഷൻ, ഇതൊക്കെ ടീച്ചർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ്സസ് കാണുന്ന സമയത്ത് നോട്ട്ബുക്കും പെന്നും കയ്യിലുണ്ടാവുക. നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി എഴുതി വെക്കുക. ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എഴുതുക. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ എഴുത്തിന് സ്പീഡ് ഇല്ലെങ്കിൽ പോസ് അടിക്കുക, എഴുതുക. കാരണം നിങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കാണുന്നത്, അല്ലാതെ ലൈക്ക് ഇപ്പൊ ഒരു എന്റർടൈൻമെന്റ് വീഡിയോ അല്ല ഇതൊരിക്കലും. കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചറെ ഇങ്ങനെ എഴുതുന്ന സമയത്ത് എനിക്ക് വീഡിയോ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നന്നായി ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, നിങ്ങൾ എഴുതി കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് വീഡിയോ കാണാം. ഞാനത് ഡിലീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, അത് അവിടെ തന്നെ കാണും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് തന്നെ കീപ്പ് ചെയ്യാം. ലൈക്ക് ഇത്ര സമയം ഓരോ ദിവസവും അതിന് വേണ്ടി മാറ്റി വെക്കുക. അത് ആ സമയം അതിനു വേണ്ടി മാത്രം. ടീച്ചറെ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയാൻ പാടില്ല. കാരണം ആ ടൈം അതിനു വേണ്ടി മാത്രം, അതിനുവേണ്ടി യൂസ് ചെയ്യുക. നിങ്ങളത് അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുക. തീർച്ചയായും മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ്, അതായത് ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് പിക്ചറിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ചിത്രം നോക്കൂ. ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ടേക്ക് എ ലുക്ക്. അതിലെന്താണ് കാണുന്നത്? ആ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? വാട്ട് ഡു യു സീ ഇൻ ഇറ്റ്? അതിലെന്താണ് കാണുന്നത്? അവ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? കുഡ് യു ലിസ്റ്റ് ദോസ്? ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. ഓക്കെ, എന്താണ് അവിടെ കാണുന്നത് ശരിക്കും? അതൊരു കളിസ്ഥലമാണ് അല്ലേ? ഇതൊരു കളിസ്ഥലമാണ്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് പറയാം, ഇതൊരു കളിസ്ഥലമാണ്. ദിസ് ഇസ് എ പ്ലേ ഗ്രൗണ്ട്. ദിസ് ഇസ് എ പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, ഇതൊരു കളിസ്ഥലമാണ്. ദിസ് ഇസ് എ പ്ലേ ഗ്രൗണ്ട്. പിന്നെ ഓവറോൾ ആയിട്ട് നമ്മൾ അവിടെ പൊതുവായി കാണുന്നത് എന്താണ്? ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ? അവരെന്താ ചെയ്യുന്നത്? കളിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ, നിരവധി കുട്ടികൾ കളിക്കുകയാണ്. അതെങ്ങനെ പറയാം? Many children are playing. Many children are playing. ഒരുപാട് കുട്ടികൾ
കളിക്കുന്നു. മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ്. ഓക്കെ, അപ്പൊ ഈ ഒരു അതായത് നമുക്ക് ആദ്യം തന്നെ പറയാം, എന്തൊക്കെ പറയാം? ഇതൊരു കളിസ്ഥലമാണ്, ഇവിടെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് എ പ്ലേ ഗ്രൗണ്ട്. മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ്. ഓക്കെ ഓക്കെ ഇനി അടുത്തതായി എന്ത് ചെയ്തു ടീച്ചർ ആ ചിത്രത്തിലെ ഒരു ഭാഗത്തൊരു വട്ടം പോലെ, വട്ടമില്ലെങ്കിൽ ഒരു വട്ടം പോലെ വരച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ആ വട്ടത്തിൽ കാണുന്നത്? ഒന്ന് നോക്കൂ, എന്താണ് കാണുന്നത്? അവിടെ ഒരു കുട്ടി ഊഞ്ഞാലിൽ ഇരിക്കുകയാണ് അല്ലേ? ഒരു കുട്ടി ഊഞ്ഞാലിൽ ഇരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ സിറ്റിംഗ് ഓൺ ദ സ്വിങ് എന്നൊക്കെ പറയാം. പക്ഷെ ശരിക്കും അവിടെ ഏതെങ്കിലും ഒരു കുട്ടി ഊഞ്ഞാലിൽ വെറുതെ ഇരിക്കുവോ? ഇല്ല, ഊഞ്ഞാലിൽ കയറി ആടും. അപ്പൊ എന്താ അതിനെ പറയാ? നമ്മള് സ്വിങ് ചെയ്യുക എന്നാണ് പറയാ അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ അത് പറയാൻ സാധിക്കും? A child is swinging. A child is swinging. ഒരു കുട്ടി ഊഞ്ഞാലാടുകയാണ്, ഊഞ്ഞാലാടുന്നു. A child is swinging. അല്ലേ? നമുക്ക് ആ ചിത്രത്തിൽ ടീച്ചർ മാർക്ക് ചെയ്ത ഭാഗമാണ് ടീച്ചർ പറയുന്നത് A child is swinging. അങ്ങനെ നമ്മൾ 3 സെന്റൻസസ് പറഞ്ഞു അല്ലേ? എന്തൊക്കെ പറഞ്ഞു? This is a playground. അതെന്താണ്? ഇതൊരു കളിസ്ഥലമാണ്. This is a playground. പിന്നെന്ത് പറഞ്ഞു? Many children are playing. പിന്നെന്ത് പറഞ്ഞു? A child is swinging. A child is swinging. അത് പറയുമ്പോൾ തെറ്റരുത്, സിംഗിങ് എന്നാവരുത്. സിംഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടുന്നു എന്നാണ് അർത്ഥം. നമ്മളിവിടെ പറയേണ്ടത് എന്താണ്? സ്വിങ്ങിങ്, ഊഞ്ഞാലാടുകയാണ്, ഊഞ്ഞാലാടുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തത് ടീച്ചർ 2 വട്ടം വരച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ടീച്ചർ വട്ടം വരച്ചിട്ടുള്ളത്? ആ സ്ലൈഡിന്റെ ഭാഗത്തിലാണ് അല്ലെ ടീച്ചർ വട്ടം വരച്ചത്? അവിടെ 2 സ്ലൈഡുകളുണ്ട് അല്ലെ? 2 സ്ലൈഡുകളുണ്ട്. അപ്പൊ ആ സ്ലൈഡിന്റെ ഭാഗത്താണ് ടീച്ചർ വട്ടം വരച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ അവിടെ എന്താണ്? കുട്ടികൾ എന്താ ചെയ്യുന്നത്? സ്ലൈഡിൽ കളിക്കുകയാണ് അല്ലെ? സ്ലൈഡിൽ എന്ന് പറയരുത് അല്ലെ, സ്ലൈഡുകളിൽ എന്ന് പറയണം. കാരണം എന്തേ? 2 സ്ലൈഡ് ഉണ്ട് അതില്. ഓക്കെ, അപ്പൊ എന്ത് പറയാം? കുറച്ചു കുട്ടികൾ സ്ലൈഡുകളിൽ കളിക്കുന്നു. സം ചിൽഡ്രൻ ആർ പ്ലേയിങ് ഓൺ ദ സ്ലൈഡ്സ്. സം ചിൽഡ്രൻ ആർ പ്ലേയിങ് ഓൺ ദ സ്ലൈഡ്സ്. സം ചിൽഡ്രൻ ആർ പ്ലേയിങ് ഓൺ ദ സ്ലൈഡ്സ്. ആർ പ്ലേയിങ് എന്ന് ഉപയോഗിക്കുന്നത് എന്തിനാണ്? കളിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്നു, കളിക്കുകയാണ് എന്ന് പറയാണ് അല്ലെ? സം ചിൽഡ്രൻ ആർ പ്ലേയിങ് ഓൺ ദ സ്ലൈഡ്സ്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തതിൽ ടീച്ചർ 2 കുട്ടികളുടെ ആക്ടിവിറ്റീസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? ഒരുമിച്ച് അല്ലെ? ഒരു പെൺകുട്ടിയാണല്ലോ, ഒന്ന് ചെറുതായിട്ടൊരു മുടി കെട്ടിയിട്ടതുപോലെ ഉണ്ട് അല്ലെ? ഒന്ന് ബോയ് ആണ്, നമുക്ക് അങ്ങനെ കരുതാം. ഒരു ഗേൾ, ഒരു ബോയ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും സൈക്കിൾ ഓടിക്കുന്നു. പക്ഷെ സൈക്കിൾ ഓടിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു അർത്ഥം എന്താണ്? ഒരു സൈക്കിളിനകത്ത് ഓടിക്കുന്നു എന്നുള്ള രീതിയിൽ വരാം. പക്ഷെ നമുക്ക് എന്ത് വേണം? 2 പേരും 2 സൈക്കിളുകളിൽ ഓടിക്കുന്നു എന്ന് പറയണം. സൈക്കിളുകൾ ഓടിക്കുന്നു എന്ന് പറയണം. അപ്പൊ നമ്മൾ അവിടെ സൈക്കിൾ എന്നതിന് പകരം 2 സൈക്കിൾസ് എന്നുള്ളത് വരും. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം? ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും സൈക്കിളുകൾ ഓടിക്കുന്നു. അതിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? A boy and a girl are riding bicycles. A boy and a girl are riding bicycles. A boy and a girl are riding bicycles. Okay അല്ലേ? ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും സൈക്കിളുകൾ ഓടിക്കുന്നു. A boy and a girl are riding bicycles. ഓക്കെ അല്ലേ മക്കളെ? ഇപ്പൊ നമ്മൾ എന്തൊക്കെ സെന്റൻസസ് നോക്കി? ഒന്ന്, this is a playground. 2, many children are playing. 3, a child is swinging. 4, some children are playing on the slides. 5, a boy and a girl are riding bicycles. ഓക്കെ അല്ലേ മക്കളെ? 5 സെന്റൻസസ് ആയി ടീച്ചർ ആവർത്തിച്ച് പറയുന്നത് കുട്ടികളും കൂടെ തന്നെ. കുട്ടികൾ എന്ന് പറയുമ്പോൾ ഏത് പ്രായത്തിലുള്ള എൻ്റെ സ്റ്റുഡൻസും എൻ്റെ കുട്ടികളാണ്. അപ്പോൾ എല്ലാവരും ടീച്ചർ പറയുന്നതിന്റെ കൂടെ തന്നെ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നോക്കാം.
അടുത്തതിൽ ടീച്ചർ ഏതാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? സീസോ ആണ് അല്ലെ. സീസോ ഇഷ്ടപ്പെടാത്ത കുട്ടികളില്ല, വലിയ ആൾക്കാരും ഇല്ല അല്ലെ. ആളുകൾ ആരും നോക്കുന്നില്ലെങ്കിൽ വലിയ ആളുകളും പലപ്പോഴും പാർക്കുകളിൽ കയറിയിരിക്കുന്ന ഒരു ഐറ്റം ആണെന്ത്? സീസോ. ഇവിടെ 2 കുട്ടികള് സീസോയിലാണ് ഇരിക്കുന്നത് അല്ലെ. 2 കുട്ടികൾ സീസോയിൽ ഇരിക്കുന്നു. ഓക്കെ, 2 children are on the seesaw. 2 children are on the seesaw. 2 children are on the seesaw. Okay, 2 children are on the seesaw. ഓക്കെ അല്ലേ? 2 കുട്ടികൾ സീസോയിൽ ഇരിക്കുന്നു. ആ വട്ടമിട്ട ഭാഗം ടീച്ചർ ആ ചിത്രത്തിൽ നിന്നും വട്ടമിട്ട, അല്ലെങ്കിൽ വട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വട്ടമല്ല, മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം, നീല വര കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമാണ് ടീച്ചർ പറയുന്നത്. ഓക്കെ, 2 children are on the seesaw. 2 children are on the seesaw. ഓക്കെ, 2 കുട്ടികൾ സീസോയിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ സീസോയിലാണ്. ഓക്കെ, ഇനി ഇതിൽ എന്താണ് ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് നോക്കൂ. അവിടെ ഒരു വട്ടം പോലെ എന്താണ് പാർട്ടീഷൻ വെച്ച് അതിനകത്ത് മണല്, അത് പൂഴി കൊണ്ട് കളിക്കുന്ന ഒരിടമാണ് അല്ലെ. പൂഴി സ്ഥലമാണ്, പ്ലേ ഗ്രൗണ്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള പൂഴി കൊണ്ട് കളിക്കുന്ന സ്ഥലമാണ്. അവിടെ എന്താ സംഭവിക്കുന്നുള്ളത്? കുറച്ച് കുട്ടികൾ മണലിൽ കളിക്കുകയാണ് അല്ലെ. മണലിൽ കളിക്കുന്നു. Some children are playing with sand. മണലിൽ കളിക്കുന്നു, മണല് വച്ച് കളിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ കയ്യിൽ എന്തൊക്കെയോ ടൂൾസ് ഉണ്ട് അല്ലെ. മണലിൽ കളിക്കാനുള്ള ടൂൾസ് ഒക്കെ കയ്യിലുണ്ട് അവരുടെ അല്ലെ. Some children are playing with sand. Some children are playing with sand. കുറച്ച് കുട്ടികൾ മണലിൽ കളിക്കുകയാണ്. ഓക്കെ, മണലിൽ കളിക്കുന്നു. Playing with sand. Some children are playing with sand. ഇനി അടുത്തത്. ഓക്കെ, ഇപ്പോഴും നമ്മൾ മൊത്തം 7 സെന്റൻസസ് പറഞ്ഞു അല്ലെ. This is a playground. Many children are playing. A child is swinging. Some children are playing on the slides. A boy and a girl are riding bicycles. 2 children are on the seesaw. Some children are playing with sand. ഇതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഇനി 3 സെന്റൻസസ് ആണ് 10 സെന്റൻസസ് ആവാൻ വേണ്ടി ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ചുറ്റുപാടും അന്തരീക്ഷവും പറയണം. അപ്പൊ ചുറ്റുപാടും ബാക്ക്ഗ്രൗണ്ടും അവിടെയുള്ള ആ ഒരു എന്താണ് അതിന്റെ സീനറി എന്ന് നമ്മൾ പറയണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇനി എന്ത് പറയണം? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയണം. അപ്പൊ ഇവിടെ ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളത് നോക്കൂ. ഗ്രീൻ ആയിട്ടുള്ള കാര്യങ്ങൾ, മരങ്ങളും പച്ചപ്പുല്ലും ഒക്കെ ഉണ്ട് അല്ലെ. മരങ്ങളും പച്ചപ്പുല്ലും ഉണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെയുണ്ട്? There are trees and green grass. There are trees and green grass. മരങ്ങളും പച്ചപ്പുല്ലും ഉണ്ട്. There are trees and green grass. മരങ്ങളും പച്ചപ്പുല്ലും ഉണ്ട്. ഇതിൽ ടീച്ചർ എന്താ മാർക്ക് ചെയ്തിട്ടുള്ളത്? നീല നിറത്തിലുള്ളതാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നീല നിറത്തിലുള്ള എന്താണ് അവിടെ കാണുന്നത്? ആകാശം അല്ലെ. ആകാശം. ആ ആകാശത്തിന്റെ പ്രത്യേകത എന്താ? നീല നിറമാണ്. അതൊന്ന്. പിന്നൊന്ന് എന്താണ്? അതിൽ കാർമേഘങ്ങളൊന്നും മൂടിയിട്ടില്ല. ഫുള്ളി തെളിഞ്ഞതാണ് അല്ലെ. തെളിഞ്ഞ നീല നിറത്തിലുള്ള ആകാശമാണ്. ആകാശം നീലയും തെളിഞ്ഞതുമാണ്. The sky is blue and clear. The sky is blue and clear. The sky is blue and clear. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ മഴയൊന്നും വരാനില്ല, നല്ല തെളിഞ്ഞ അന്തരീക്ഷം, തെളിഞ്ഞ വാനമാണ്, തെളിഞ്ഞ ആകാശം. ഓക്കെ, The sky is blue and ക്ലിയർ. ക്ലിയർ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞത്, കാർമേഘം കൊണ്ട് മൂടാത്തതാണ് ക്ലിയർ. ഓക്കെ, ഇനി 10ാമത്തെ സെന്റൻസ്, 10th സെന്റൻസ് എന്താണ്? മൊത്തത്തിൽ അവിടെ എന്തൊരു അന്തരീക്ഷമാണ്? മൊത്തത്തിലൊരു സന്തോഷത്തിന്റെ അന്തരീക്ഷമാണ് അല്ലെ. കുട്ടികളൊക്കെ സന്തോഷത്തിലാണ്. അതിന് ഒരു ഉദാഹരണമാക്കാൻ വേണ്ടി മാത്രമാണ് ഒരു 3-4 ചിത്രങ്ങൾ ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം അവർ മാത്രമാണോ സന്തോഷത്തിലല്ല, കളിക്കുന്ന ഓരോ കുട്ടിയും സന്തോഷത്തിലാണ് അല്ലെ. കുട്ടികൾ സന്തോഷത്തിലാണ്. പക്ഷെ സന്തോഷത്തിലാണ് നമ്മൾ എപ്പോഴാ പറയാ? നമ്മളത് അനുഭവിക്കുമ്പോൾ, നമ്മളും കൂട്ടത്തില് അത് കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സന്തോഷത്തിലാണ് എന്ന് പറയാൻ പറ്റുക. അല്ലെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ കാണുന്നു, അവർക്ക് സന്തോഷമുള്ളതുപോലെ നമ്മൾക്ക് കാണുന്നു, അങ്ങനെ നമ്മൾ പറയാം അല്ലെ. കുട്ടികൾ സന്തോഷവാന്മാരായി കാണപ്പെടുന്നു. നമ്മളെ ചിത്രത്തിൽ നോക്കിയിട്ടാണ് ഈ പറയുന്നത് അല്ലെ. കുട്ടികൾ സന്തോഷവാന്മാരായി കാണപ്പെടുന്നുണ്ട് അതിൽ. അപ്പൊ നമുക്ക് എന്തെഴുതാം? The children look happy. The children
look happy. അവിടെ ആ കളിസ്ഥലത്തിൽ അല്ലെങ്കിൽ അവിടെ ആ പ്ലേ ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുട്ടികൾ സന്തോഷവാന്മാരായിട്ടാണ് കാണപ്പെടുന്നത്. കുട്ടികൾ സന്തോഷവാന്മാരായി കാണപ്പെടുന്നു. The children look happy. The children look happy. ഓക്കെ, അങ്ങനെ നമ്മുടെ 10 സെന്റൻസസ് കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് സെന്റൻസസ് ഉണ്ടാക്കാൻ സാധിക്കില്ലേ? സാധിക്കും, ഒരുപാട് സാധിക്കും. ടീച്ചർ സെലക്ട് ചെയ്ത് ആ ഒരു ഇമേജിന്റെ പിക്ചറിന്റെ പ്രത്യേകത അതാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. പക്ഷേ എന്താണ് ടീച്ചർ അതിൽ 10 സെന്റൻസസ് മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10 സെന്റൻസസിലാണ്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഇതിൽ വേറെ സെന്റൻസസ് എഴുതാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സെന്റൻസസ് എഴുതി ടീച്ചർക്ക് അയച്ചു തരിക. ഓക്കെ, അത് ഒരു ഹോംവർക്ക് ആണ്. നിങ്ങൾക്ക് അതിൽ കൂടുതലായിട്ട് കാണുന്ന സെന്റൻസസ്, അതായത് കൂടുതലായിട്ട് കാണുന്ന കാര്യങ്ങൾ സെന്റൻസസ് ആയിട്ട് എഴുതി ടീച്ചർക്ക് അയച്ചു തരിക. അതാണ് ഫസ്റ്റ് ഹോംവർക്ക്. ഓക്കെ, മെയിൻ പിക്ചർ ഒന്നുകൂടെ നോക്കൂ. നമ്മൾ എന്തൊക്കെ കണ്ടു? ആ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴും ടീച്ചർ പറഞ്ഞു തന്ന ആ 10 സെന്റൻസസ് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കൂ. ദിസ് ഈസ് എ പ്ലേ ഗ്രൗണ്ട്. മെനി ചിൽഡ്രൻ ആർ playing. This is a playground. Many children are playing. A child is swinging. Some children are playing on the slides. A boy and a girl are riding bicycles. 2 children are on the seesaw. Some children are playing with sand. There are trees and green grass. The sky is blue and clear. The children look happy. ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയ 10 സെന്റൻസസ്. മക്കൾക്ക് വേറെയും സെന്റൻസസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ഫസ്റ്റ് ഹോംവർക്ക് ആയിട്ട് ടീച്ചർക്ക് അയച്ചു തരാം. ഓക്കെ, എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ കണ്ടത്. നിങ്ങൾ എല്ലാവരും ഇത് 1-2 ആവർത്തി കാണണം. ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു സ്ലോ ആയിട്ട് ഫീൽ ആവാം. അതായത് നിങ്ങൾക്കത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നാം. കുഴപ്പമില്ല, ഒരു 10 to 12 ക്ലാസ്സസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കിത് വളരെ എളുപ്പമായിട്ട് ഫീൽ ആവും. പക്ഷെ നിങ്ങൾ പരിശ്രമിക്കണം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു സംഗതിയാണ്. ഇംഗ്ലീഷ് ഭാഷയല്ല, ഏത് ഭാഷയും. പിന്നെ എനിക്ക് കൂടെ പറയാനുള്ളത്, പരമാവധി മലയാളം പുസ്തകങ്ങളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പുസ്തകങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി വായിക്കാൻ ശ്രമിക്കുക. ചിലപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് വായിക്കുമ്പോൾ പലതും മനസ്സിലായിന്ന് വരില്ല. ആ മനസ്സിലായിട്ടില്ല എന്നുള്ളതിന് അർത്ഥം നിങ്ങൾക്കൊന്നും അറിയില്ല എന്നല്ല. അത് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതായത് നിങ്ങൾ പഠിക്കുവാൻ പോകുന്നതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നിങ്ങൾ പുസ്തകം വായിച്ച് അത് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും വാക്കുകളോ അതിന്റെ അർത്ഥങ്ങളോ ഉണ്ടെങ്കിൽ ഡിക്ഷണറി യൂസ് ചെയ്യാം. ഓക്കെ, അത് ശരിക്കും നിഘണ്ടു എന്ന് പറയുന്ന അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് പഠനത്തിനാണ് ആക്ച്വലി. അല്ലാതെ നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞ് അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു പുസ്തകമല്ല നിഘണ്ടു. ഓക്കെ, അപ്പോൾ നിഘണ്ടുവിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ക്ലാസ്സസ് ശരിക്കും പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുക. ഹോംവർക്ക് എന്താണ്, ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് ടീച്ചർ ഗ്രൂപ്പിലിടും, വാട്സാപ്പ് ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിൽ പറയുന്നത് പോലെ ഫോളോ ചെയ്യാം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നും എടുക്കുന്ന എഫേർട്ടിൽ അതിൽ നിങ്ങൾ ഒരു ഗ്രാമെങ്കിലും കൂടുതലായി നിങ്ങൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് 1ാമത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് ടീച്ചർ ഇവിടെ ഇങ്ങനെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നത്. ഇനി അങ്ങനെയൊന്നും വെറുതെ സമയം കളയില്ല. എല്ലാ മക്കൾക്കും ഈ ക്ലാസ്സിലേക്ക്, ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നന്നായി നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും